വണക്കം. ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വിധി പുറത്തു വന്നിട്ടുണ്ട്. 2024 സ്റ്റാലിൻ സർക്കാർ ന്യൂനപക്ഷങ്ങളെ ഉണ്ടാക്കിയ ഒരു സംഭവം മദ്രാസ് ഹൈക്കോടതി എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത മുക്കിയിരിക്കുകയാണ്. കാരണം ഈ വാർത്ത ചർച്ച ചെയ്തു തുടങ്ങിയാൽ ഈ വാർത്തയോടൊപ്പം തന്നെ ചർച്ച ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു വരും എന്നുള്ളത് കൊണ്ടാണ് മുക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്തുള്ള പല ആൾക്കാരും പറയുന്നത് നമ്മുടെ സമുദായത്തിൽ ജാതിയില്ല, എല്ലാവരും തുല്യരായിട്ടാണ് എല്ലാവരെയും പടച്ചിരിക്കുന്നത്, എല്ലാവരും തുല്യരാണ്, അതുകൊണ്ട് ഇതിനകത്ത് ജാതി എന്ന് പറയുന്ന സമ്പ്രദായമില്ല എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ നോക്കിക്കൊണ്ട് വലിയ രീതിയിൽ ഇവർ കളിയാക്കാറുണ്ട്. ഇന്ന് മദ്രാസ് ഹൈക്കോടതി അണ്ണാക്കിലല്ല അഞ്ഞനാളത്തിലാണ് അടിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. തൂത്തുക്കുടിയിൽ ഒരാൾ ഒരു അപേക്ഷയുമായിട്ട് ചെല്ലുന്നു. അപേക്ഷ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇയാൾ ഒരു ഹിന്ദുവായിട്ടുള്ള ഇയാൾ അപേക്ഷയുമായിട്ട് കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയിലേക്ക് പോയിട്ട് പറയുന്നു, ഞാൻ മുസ്ലിമായി കഴിഞ്ഞു. അപ്പോൾ കോടതി ചോദിച്ചു, സന്തോഷം, നല്ല കാര്യം. നമ്മുടെ നാട്ടിൽ ഏത് മതവും സ്വീകരിക്കാനുള്ള എല്ലാവിധ അവകാശവും നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അയാൾ പറയുന്നു, എനിക്ക് മുസ്ലിങ്ങളിലെ ലബ്ബായ് വിഭാഗത്തിൽ സ്ഥാനം വേണം, എടുത്തോണ്ട് പോടാ എന്നാണ് കോടതി ഇയാളോട് പറഞ്ഞിരിക്കുന്നത്. എന്താ സംഭവം എന്ന് നമുക്ക് വ്യക്തമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിൽ ജാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജാതിയുണ്ട്. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും ഇതിൽ ജാതി ഉണ്ടോ എന്ന് വിചാരിക്കും. ജാതിയുണ്ട്. ഇസ്ലാമിൻ്റെ മതഗ്രന്ഥങ്ങളും അടിസ്ഥാനമായിട്ടുള്ള പഠിപ്പിക്കലുകളും എല്ലാവരെയും തുല്യരായിട്ടാണ് മക്കളെ പഠിപ്പിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞു പരത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലും ദക്ഷിണേഷ്യയിലും ചരിത്രപരമായി മുസ്ലിം സമൂഹത്തിൽ ജാതി അല്ലെങ്കിൽ സാമൂഹിക ശ്രേണി വ്യവസ്ഥ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഇത് നിലനിൽക്കുന്നതായി നിരവധി സാമൂഹ്യശാസ്ത്ര പഠനങ്ങളും സർക്കാർ റിപ്പോർട്ടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണയായി ഇന്ത്യൻ മുസ്ലിം സമൂഹത്തെ 3 വലിയ വിഭാഗങ്ങളായിട്ടാണ് വിവരിക്കുന്നത്. അതിലൊന്ന് അഷ്റഫ് വിഭാഗം, ബ്രാഹ്മണന്മാർ, അതായത് മുസ്ലിങ്ങളിലെ ബ്രാഹ്മണന്മാർ അഥവാ സവർണ സമൂഹങ്ങൾ അഷ്റഫ് വിഭാഗങ്ങളെന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. ഇവരെ ഉയർന്ന സാമൂഹിക പദവിയിലുള്ളവരായിട്ടാണ് കണക്കാക്കുന്നത്. ഉദാഹരണം സയ്യിദ്, ഷെയ്ഖ്, പത്താൻ, മുഗൾ എന്നിങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളാണ് ഈ സവർണ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇവരിൽ പലരും അറബ്, പേർഷ്യൻ, മധ്യേഷ്യൻ വംശപരമ്പരയോ അല്ലെങ്കിൽ ഉയർന്ന ജാതി ഹിന്ദുക്കളിൽ നിന്ന് മതം മാറിയവരുടെ പിൻഗാമികളോ ആണെന്ന് അവകാശപ്പെടാറുണ്ട്. ഇനി 2 അജ്ലാഫ്, പിന്നോക്ക മുസ്ലിം വിഭാഗങ്ങൾ, അതായത് ബാക്ക്വേർഡ് മുസ്ലിം വിഭാഗങ്ങളാണ് അജ്ലാഫ് എന്ന് പറയുന്നത്. ഇവർ പരമ്പരാഗത തൊഴിലധിഷ്ഠിത സമൂഹങ്ങളാണ്. ഉദാഹരണം അൻസാരി, നെയ്ത്തുകാരെയാണ് അൻസാരി എന്ന് പറയുന്നത്. ഖുറേഷി, അത് കശാപ്പുകാരെയാണ് ഖുറേഷി എന്ന് പറയുന്നത്. മൻസൂരി, ദുനിയ, ജുലാഹ എന്നിങ്ങനെയുള്ള ടീമുകളാണ് ഇവരിൽ പലരും വിവിധ സംസ്ഥാനങ്ങളുടെ OBC പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി 3ാമതാണ് അർസാൽ വിഭാഗങ്ങൾ. ഇത് ദളിത് മുസ്ലിങ്ങളാണ്. സാമൂഹികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വിഭാഗമാണ് ഇവരെന്ന് പറയുന്നത്. ഉദാഹരണം ഹലാൽ ഖോർ, ലാൽ ബേഗി, മെഹ്തർ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളാണ്. ചരിത്രപരമായി ഇവർക്ക് വിവേചനം നേരിട്ടതായി നിരവധി പഠനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവർക്ക് ഇവരുടെ മുസ്ലിം സമൂഹത്തിനകത്ത് നിന്ന് വരെ വിവേചനം നേരിടുന്നു എന്നാണ് നിരവധി പഠനങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇനി ഇതിൽ പസ്മന്ത മുസ്ലിംസ് ഉണ്ട്. ആരാണ് ഈ പസ്മന്ത മുസ്ലിംസ്? പസ്മന്ത എന്നത് ഒരു പ്രത്യേക ജാതിയൊന്നുമല്ല, അതിൻ്റെ അർത്ഥം പിന്നാക്കം നിൽക്കുന്നവൻ എന്ന് മാത്രമാണ്. ഇതിൽ ഉൾപ്പെടുന്നത് അജ്ലാഫ് പ്ലസ് അർസാൽ വിഭാഗങ്ങളാണ്. അതായത് OBC പ്ലസ് SC ST മുസ്ലിങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അതിനാൽ പസ്മന്ത എന്നത് ഇന്ത്യയിലെ OBC മുസ്ലിങ്ങളെയും ദളിത് മുസ്ലിങ്ങളെയും ഒരുമിച്ച് വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ പദമാണ്. ഇന്ത്യയിൽ എത്ര ശതമാനം ഇവരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഔദ്യോഗികമായിട്ടുള്ളൊരു ജാതി സെൻസസ് ഒന്നും തന്നെ ഇല്ല. അതിനാൽ കൃത്യമായ സർക്കാർ കണക്ക് ഇതിനില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ വിവിധ പഠനങ്ങളും പസ്മന്ത സംഘടനകളും ഏകദേശമായി പറയുന്നത് അത് അഷ്റഫ് വിഭാഗം ഏകദേശം 10 മുതൽ 15% വരെയുണ്ട്. പസ്മന്ത, അജ്ലാഫ് പ്ലസ് അർസാൽ വിഭാഗം ഏകദേശം 85 മുതൽ 90% വരെയുണ്ട്. ഇത് ഔദ്യോഗിക സെൻസസ് കണക്കുകളല്ല, വിവിധ പഠനങ്ങളിലെ ഏകദേശ വിലയിരുത്തലുകളാണ്. സവർണ മുസ്ലിങ്ങൾ ഇവരെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല. എന്നാൽ നിരവധി സാമൂഹിക ശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് ചില പ്രദേശങ്ങളിൽ വിവാഹബന്ധങ്ങളിൽ വിവേചനം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ചില സമൂഹങ്ങളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലും സാമൂഹിക ഇടപെടലുകളിലും വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില പസ്മന്ത പ്രവർത്തകർ പള്ളികളിലും ശ്മശാനങ്ങളിലും പോലും വിവേചനം അനുഭവിക്കുന്നതായി ആരോപിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. ഉത്തർപ്രദേശിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ പസ്മന്ത മുസ്ലിങ്ങളാണ്. അതുകൊണ്ടാണ് അവർ യോഗി ആദിത്യനാഥിൻ്റെ കൂടെ നിൽക്കുന്നത്. യോഗി ആദിത്യനാഥ് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് പസ്മന്ത സമൂഹം യോഗി ആദിത്യനാഥിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം എല്ലാ മുസ്ലിം സമൂഹങ്ങളിലും അല്ലെങ്കിൽ എല്ലാ അഷ്റഫ് വ്യക്തികളിലും ഇത്തരത്തിൽ പെരുമാറുന്നു
എന്ന് പറയാൻ യാതൊരുവിധ തെളിവുകളുമില്ല എന്നാണ് ഇവർ വാദം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രദേശം, കുടുംബം, സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവ അനുസരിച്ച് ഇതിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ പസ്മന്ത പ്രസ്ഥാനം സാമൂഹിക സമത്വത്തിനും പ്രതിനിധിത്വത്തിനും കൂടുതൽ സംവരണവും ആനുകൂല്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സാമൂഹിക പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ഹിന്ദു യുവാവ് ഒരു മുസ്ലിമായി മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കില്ല എന്നാണ് കോടതി ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മുസ്ലിങ്ങളുടെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് OBC വിഭാഗത്തിലാണ് ഇവർ വരുന്നത്. അപ്പോൾ അവർക്ക് OBC ആനുകൂല്യം ലഭിക്കും. പിന്നെ അവർ മുസ്ലിംസ് ആയതുകൊണ്ട് ന്യൂനപക്ഷ ആനുകൂല്യം, അങ്ങനെ ടോട്ടൽ 2 ആനുകൂല്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ വെള്ളാപ്പള്ളി നടേശനൊക്കെ നിലവിൽ ചോദ്യം ചെയ്യുന്നത്. അതായത് ഇവർക്ക് എന്തിനാണ് 2 സംവരണം, ഇവർക്ക് ഒരു സംവരണം പോലെ. അപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശനെ ഇവർ പറയുന്നത് പന്നവർഗീയവാദി എന്ന് ഇവർ വിളിക്കുന്നത്. കാരണം അവർക്ക് അതിന് മറുപടിയില്ല. ചില സാഹചര്യങ്ങളിൽ 2ൻ്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അവ രണ്ടും ഒരേ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഉദാഹരണത്തിന് ഒരാൾ മുസ്ലിം ആയതിനാൽ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്ക് അർഹനാകാം. അതേസമയം OBC ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിം വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ OBC സംവരണ ആനുകൂല്യങ്ങൾക്കും അർഹനാകാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണമായി ഒരു ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിം വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് OBC ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ OBC സംവരണം, നിയമങ്ങളനുസരിച്ച് സർക്കാർ ജോലികളുടെ OBC സംവരണം, OBC സ്കോളർഷിപ്പ് ലഭിക്കാം, OBC ഹോസ്റ്റൽ പരിശീലന പദ്ധതികൾ ലഭിക്കാം, അങ്ങനെ പലതും ലഭിക്കാം എന്നുള്ളതാണ്. ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഇയാൾക്ക് ലഭിക്കാൻ പോകുന്നത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, നൈപുണ്യ വികസന പദ്ധതികൾ, ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ്റെ വായ്പാ പദ്ധതികൾ, മറ്റ് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ, അങ്ങനെ പലതും ലഭിക്കാം. അങ്ങനെ എല്ലാം ലഭിക്കാവുന്ന ഒരു സെറ്റപ്പാണ് ഇവർക്കുള്ളത്. അതായത് 2 ആനുകൂല്യങ്ങൾ ഇവർക്ക് ഒരുമിച്ച് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വിധി പുറത്തു വന്നിട്ടുണ്ട്. മതപരിവർത്തനവും സംവരണവും സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചാണ് ഒരു പ്രധാന വിധി പുറപ്പെടുവിച്ചത്. ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരാളെ മുസ്ലിമായി മാത്രമേ കണക്കാക്കാൻ പറ്റൂവെന്നും അയാൾക്ക് ഏതെങ്കിലും പ്രത്യേക പിന്നോക്ക മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളെന്ന് അവകാശപ്പെടാനും സംവരണത്തിൽ ആനുകൂല്യം ലഭിക്കാൻ കഴിയില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം 2024 തമിഴ്നാട് സർക്കാരിൻ്റെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹൈക്കോടതി പ്രഖ്യാപിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്തു. മതം സ്വീകരിക്കുന്നവർക്ക് മറ്റ് പിന്നോക്ക വിഭാഗ പദവി നൽകാനുള്ള വ്യവസ്ഥയും ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2024 സ്റ്റാലിൻ ഒപ്പിച്ചു വെച്ച പണിയാണ്. അതായത് ഹിന്ദു ആയിട്ടുള്ള ഒരാൾ മുസ്ലിം ആവുകയാണെന്ന് വെക്കുക. മുസ്ലിം ആയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നോക്ക വിഭാഗത്തിൽ പോയി ചേരാൻ പറ്റും. അതില്ലായിരുന്നു. പക്ഷേ സ്റ്റാലിൻ എന്ത് ചെയ്തു? ആ ഒരു നിയമം അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൂത്തുക്കുടി ജില്ലയിൽ നിന്നുള്ള ഒരാളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ കേസ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഈ വ്യക്തി 2015 ഇസ്ലാം മതം സ്വീകരിക്കുകയും പേര് മാറ്റുകയും ചെയ്തു. അതിനുശേഷം താനൊരു മുസ്ലിം ലബ്ബായ് സമുദായമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പിന്നോക്ക വിഭാഗ ജാതി സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രാദേശിക തലാത്തി അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിച്ചു. തലാത്തിയുടെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്ത് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. വാദം കേൾക്കുന്നതിനിടെ 2024 ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ഹിന്ദുമതത്തിൽ OBC, MBC, DNC അല്ലെങ്കിൽ SC പ്രകാരം മുമ്പ് സംവരണം പ്രയോജനപ്പെടുത്തിയിരുന്നവർക്ക് മുസ്ലിമായ ശേഷവും OBC മുസ്ലിമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായിട്ടാണ് എന്ന് സർക്കാർ ഇതിൽ വാദിച്ചു. എന്നാൽ ജസ്റ്റിസ് GR സ്വാമിനാഥൻ, ജസ്റ്റിസ് PV ബാലാജി എന്നിവരടങ്ങിയ ബെഞ്ച് സർക്കാരിൻ്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളി. 1951 തന്നെ മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരാൾ മുസ്ലിം മാത്രമായി തുടരുകയുള്ളൂ എന്നും അയാളുടെ സാമൂഹിക പദവി അയാളുടെ പഴയ ജാതി അനുസരിച്ചല്ല നിർണ്ണയിക്കപ്പെടുകയെന്നും കോടതി പറഞ്ഞു. ഈ തത്വം സുപ്രീം കോടതിയും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടതി വിധിന്യായത്തിൽ ഖുർആൻ ഉദ്ധരിച്ചു. ഇസ്ലാം സമത്വത്തിൻ്റെയും സാമൂഹിക സമത്വത്തിൻ്റെയും സാമൂഹിക നീതിയുടെയും സന്ദേശമാണ് നൽകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്ലാമിലെ ചില സമുദായക്കാരെ പിന്നാക്കക്കാരായി ചിത്രീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതായത് കോടതി ഖുർആൻ വാചകങ്ങൾ ഉദ്ധരിച്ച് പറയുന്നത് കണ്ടാ ഖുർആനി പറയുന്നത് അവിടെ ജാതിയില്ല മതമില്ല എന്നൊക്കെയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ജാതി മതമൊന്നും പറ്റൂല. അതുകൊണ്ട് ഇനി ആരെങ്കിലും ഹിന്ദുക്കളിൽ നിന്ന് നേരെ ചാടി മുസ്ലിം ആവുകയോ മറ്റു മതങ്ങളിലേക്ക് പോവുകയോ ചെയ്താൽ ജാതി സംവരണം കിട്ടില്ല. അതായത് ഹിന്ദു ആയിരുന്ന ഒരാൾ നേരെ മുസ്ലിമായി ചാടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് മുസ്ലിംസിൽ ഇന്ന ജാതി ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല പൊന്നുമോനെ, വീട്ടിൽ പോയിരുന്നു എന്നാണ് കോടതി പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ശരി.